ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പൂവിടാൻ തുടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇന്നലെ ഇട്ടിട്ടുള്ള പൂക്കളൊക്കെ വാരി ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്യാം. ഒഴിവാക്കിയതിന് ശേഷമാണ് പിന്നെ ചാണം തേക്കുക. ഞാൻ ചാണവും കരിയും കൂട്ടിയിട്ടാണ് കേട്ടോ തേക്കാറ്. പിന്നെ ഏട്ടൻ ഇന്നലെ രാത്രി വരുമ്പോൾ പൂവൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ മുന്നിൽ പാടത്ത് പൂവുണ്ടെങ്കിലും എനിക്ക് ഇന്നലെ പറിക്കാൻ പോകാനൊന്നും ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വാങ്ങിച്ച പൂ മാത്രം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെറിയ ഡിസൈനൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ പൂവൊക്കെ വരച്ച് ഡിസൈനൊക്കെ ഇടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ചിത്രമൊന്നും അല്ലാന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കാനൊക്കെ എനിക്കറിയാം കേട്ടോ. ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടി നീച്ചാൽ ഇതൊന്നും നടക്കൂല. പിന്നെ അവൾക്ക് വാരി എറിയൊക്കെ വേണ്ടി വരും. അപ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ വേഗം പൂവിട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ വർഷവും നമുക്കിങ്ങനെ ഓണം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ നല്ല ഭംഗിയിൽ പൂവിട്ടിട്ട് ആഘോഷിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പൂക്കളത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കി വന്ന കുറച്ച് പൂവ് എടുത്തിട്ട് താഴെയൊക്കെ വരച്ചു കൊടുത്തു. കുറച്ച് പൂവ് ഞാൻ നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവൻ പൂവിന് ഞാനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു പൂക്കളം. എല്ലാവർക്കും നമ്മുടെ പൂക്കളം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.